ഓക്കെ, ഇന്ന് ഉത്രാടം. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. വലിയ ആർഭാടങ്ങളില്ലെങ്കിലും ഓണമൊരുക്കത്തിന് മുന്നോടിയായുള്ള ഉത്രാടപ്പാച്ചിലിന് ഇത്തവണയും കുറവില്ല. ചിങ്ങത്തിലെ ഉത്രാടത്തിന് പകിട്ടേറെയാണ്. പിറ്റേന്ന് തിരുവോണമാണ്. പേരോണത്തിനാണെങ്കിലും ഓട്ടം മുഴുവൻ ഉത്രാടത്തിനാണ്. പൂ പറിക്കാനും പൂക്കളമൊരുക്കാനും വേണ്ടിയുള്ള ഓട്ടമാണ് ഉത്രാടത്തെ ഉത്രാടപ്പാച്ചിലാക്കിയത്. പക്ഷേ കാലം മാറി, ആളുകളും ആചാരങ്ങളും മാറി, ആഘോഷത്തിന്റെ പാവും പകിട്ടുമെല്ലാം മാറി. ഇപ്പോൾ പൂ പറിക്കാനോ ഒരുക്കാനോ ഇല്ല. പൂക്കളം വരെ വാങ്ങാൻ കിട്ടും. എന്നാലും ഓണമല്ലേ, ഒരോളമല്ലേ എന്ന താളം. കുട്ടിക്കാലത്തൊക്കെ ഈ ഓണം വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷം മാതിരിയായിരുന്നു. ഓണം വരുമ്പോൾ പിന്നെ തറവാട്ടിലൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പൂ പൊട്ടിക്കാൻ പോലും ഇന്നത്തെ പോലത്തെ ഈ ജണ്ടുമല്ലിയും അങ്ങനത്തെ ഒന്നുമല്ല. തുമ്പപ്പൂവും മുക്കുറ്റിയും പിന്നെ കാക്കപ്പൂവൊക്കെയാണ് പൂവ് പൊട്ടിച്ച് കൊണ്ടുവന്ന് അങ്ങനെയാണ്. ഇങ്ങനെ വെറുതെ വട്ടത്തിലിടുക എന്ന് മാത്രമേ അന്നുള്ളൂ. ഇന്നത്തെ പോലെ പല ഡിസൈനിലൊന്നും ഇടില്ല. ഓണത്തിന് പകിട്ട് പൂക്കളവും സദ്യയും ഓണക്കോടിയുമാണ്. അതെല്ലാം ഒരുക്കി വെച്ച് തിരുവോണപ്പുലരിയെ വരവേൽക്കാൻ ഇനി നേരത്തോട് നേരമില്ല. കാതോർത്താൽ പോലും പൂവിളിയില്ലെങ്കിലും എങ്ങും പൂക്കളാണ്. അങ്ങ് തോവാളയിൽ നിന്ന് വണ്ടി കയറിയെത്തിയ പൂക്കൾ. സദ്യവട്ടത്തിന് പാടത്തും പറമ്പിലും ഇറങ്ങി ഒന്നും സ്വരുക്കൂട്ടേണ്ടതില്ല. എല്ലാം അകത്തളത്തിലെത്തും. എന്നാലും ഓണമല്ലേ, ആഘോഷമല്ലേ, എല്ലാവരും കൂടുന്നതല്ലേ, ആവേശം ഒട്ടും കുറയ്ക്കേണ്ട. പക്ഷെ ഇന്നത്തെ പോലൊരു തിരക്കൊന്നും അന്നില്ല. അതിനാണ് ഉത്രാടപ്പാച്ചിൽ എന്നൊരു പേര് വന്നത്. ഇപ്പോൾ ഉത്രാടപ്പാച്ചിൽ തുണിക്കടയിലാണ് അധികം, അല്ലാതെ മറ്റേ പച്ചക്കറി വാങ്ങാനോ പ്രൊവിഷൻസ് വാങ്ങാനോ അല്ല. ഓണസദ്യയും ഓണക്കോടിയും കഴിഞ്ഞാൽ പിന്നെ ഓണക്കളികളായി. കെട്ടും മട്ടും മാറിയാലും ഓണക്കളികൾക്ക് പകിട്ടൊട്ടും കുറഞ്ഞിട്ടില്ല. അതിനുള്ള ചിട്ടവട്ടങ്ങളെല്ലാം ഇന്ന് തന്നെ ഒരുക്കി വെക്കണം. കള്ളവും ചതിയുമില്ലാത്ത, എള്ളോളം പൊളിവചനമില്ലാത്ത, മനുഷ്യരെല്ലാം ഒരുപോലെയായിരുന്ന ആ നന്മ നിറഞ്ഞ ഇന്നലകളെ നമുക്കോർത്തെടുക്കാം. നല്ല നാളേക്കായി ഒത്തൊരുമിക്കാം. റിപ്പോർട്ടറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടദിന ആശംസകൾ. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.